50,000 രൂപ കൊടുത്ത് ഞാൻ എൻ്റെ പല്ലിന് വിനിയസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. പക്ഷേ അതൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു നൈറ്റ് ഒരു സിംഗിൾ അലൈനേഴ്സും കൂടി ഇട്ടാൽ ഇത് സെറ്റാവുന്നു. പക്ഷേ അത് ഇട്ടിട്ടും എൻ്റെ പല്ലിന് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു, ഇനി 5 പൈസ ഞാൻ മുടക്കില്ല, നിങ്ങൾ തന്നെ ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ഡെൻ്റൽ ക്ലിനിക്കിലാണ് ഞാൻ പോയെന്ന് പറയുന്നില്ല. എനിവേ മാംഗ്ലൂരിലുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലായിരുന്നു ഞാൻ പോയത്. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ സിംഗിൾ വയേഴ്സാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പെർമനൻറ്റ് ഇട്ടേനെ സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഞങ്ങളൊന്ന് മാളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്പാറിലേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറേ പാത്രങ്ങളും കുറച്ച് അല്ലാണ്ട് കിച്ചൺ ആവശ്യങ്ങളും അല്ലാണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. അതുകൂടാണ്ട് അവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും മാളിൽ പൊതുവേ, എന്നാലും നല്ല ഫ്രഷ് സാധനം കിട്ടുന്നുള്ള കാരണത്താൽ നമ്മൾ അതും കൂടെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. മാംഗോൻ്റെ എന്തൊക്കെയോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു മാളിൽ. അപ്പോൾ അത് കാരണം കുറേ വെറൈറ്റീസ് ഓഫ് മാംഗോസും ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും. അതിൻ്റെ ഇടയിൽ അക്ഷയേട്ടന് ഒരാവശ്യമില്ലാണ്ട് കുറച്ച് പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്ലാന്റ്സ് ഒന്നും വാങ്ങിച്ചില്ല. ബിക്കോസ് അത് വാങ്ങിച്ചിട്ട് വലിയ യൂസ് ഒന്നുമില്ല. കുറച്ച് ദിവസം നനയ്ക്കും, പിന്നെ അതിനെ കൊണ്ട് വലിയ അത് മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ അത് കാരണം അതൊന്നും എടുത്തില്ല. പക്ഷേ ഇതൊക്കെ വാങ്ങുന്നതിൻ്റെ ഇടയിലും ആൾ ഫുൾ ടൈം ഫോണിലാണ്. ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് പോയി എടുക്കണം അധിക സാധനങ്ങളും. പിന്നെ ഈ ഷോപ്പിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഫോൺ വിളിക്കണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആൾ പറഞ്ഞു ആൾ തന്നെ പോയിട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ട് വരുന്നത്. കാരണം അവിടെ ഒരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു. അപ്പം ആ പെണ്ണിന് വായി നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയി സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് വന്നു. വാങ്ങി തരില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ സാധനം വാങ്ങിച്ചു തന്നു. ഒരൊറ്റ പെണ്ണ് കാരണം എനിക്ക് അത് കാരണം പല സാധനങ്ങളും എക്സ്ട്രാ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് മീനൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മാർക്കറ്റിലെത്തി പകുതി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ഷരനെ കാണാനില്ല. ഫോൺ വിളിച്ച് അവസാനം ബസ് സ്റ്റോപ്പ് വരെ എത്തി. പിന്നെ ഇവിടെ മാർക്കറ്റിൽ നമ്മൾ എന്ത് ഫിഷ് വാങ്ങിയാലും അവർ അവിടെ നിന്ന് ಕಟ್ ചെയ്ത് തരും. ഐ മീൻ നമ്മൾ എക്സ്ട്രാ ചാർജസ് കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടാണ് വരാറ്. ಈಗ ಸಪೂರ ಆಯ್ತು. ಹೇಗಿದ್ದೀರಿ? ಸೌಖ್ಯ. ಮೊನ್ನೆ ಕೇಳಿದೆ ಅವನ ಹತ್ರ ನಿನ್ನ. അക്ക വേറെ ഒന്നുമല്ല പറഞ്ഞത്. അക്ക അക്ഷയേട്ടൻ്റെ അടുത്ത് എൻ്റെ ചോദിക്കാറുണ്ടെന്നും പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും എന്നെ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതും എടുത്തുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.